നമസ്കാരം. ടൈം ഫോർ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടന. LDC മെയിൻസിലും ഡിഗ്രി പ്രിലിംസിലും വരുന്ന ഭാഗം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. 5 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ, ആമുഖം തുടങ്ങിയ കാര്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആരാണ്? BR അംബേദ്കർ. BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി BR അംബേദ്കർ. ലണ്ടനിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഇനി BR അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ തേജ് ബഹാദൂർ സപ്രു. ആരാണ്? തേജ് ബഹാദൂർ സപ്രു. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. അംബേദ്കർ അന്തരിച്ച ദിനമാണ് ഡിസംബർ 6, മഹാപരിനിർവാൺ ദിവസ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ചൈത്യഭൂമി. അംബേദ്കറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി. അംബേദ്കറിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 14. ഏപ്രിൽ 14 2017 മുതൽ ജലദിനമായിട്ട് ആചരിക്കുന്നു. നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. എന്നാൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ആരാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്? ജെയിംസ് മാഡിസൺ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്. ഏതാണ്? കളിത്തൊട്ടിൽ ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് ബ്രിട്ടൻ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ ഗ്രീസ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യവും ഏത് തന്നെയാണ്? ഗ്രീസാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ചോദിച്ചാൽ ഏറ്റവും വലുത് നമ്മുടെ ഇന്ത്യ. ഇനി പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സ്വിറ്റ്സർലാൻഡാണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം സ്വിറ്റ്സർലാൻഡ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാന് ഏതാണ്? ഇന്ത്യക്കാർക്ക് സ്വന്തം ഒരു ഭരണഘടന വേണം എന്നുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാന്. ഈ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യക്കാരൻ MN റോയ്. ഭരണഘടന വേണമെന്ന ആവശ്യം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി, ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ചോദിക്കുകയാണെങ്കിൽ സ്വരാജ് പാർട്ടി. അപ്പോൾ ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാന് വേവൽ പ്ലാന്. ആരാണ് ആ നിർദ്ദേശം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ MN റോയ്. ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. നെക്സ്റ്റ്, ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം, അതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എപ്പോൾ? 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ പ്ലാന് പ്രസിദ്ധപ്പെടുത്തിയത് 1946 മാർച്ച് ഏപ്രിൽ കഴിഞ്ഞ് മെയ് 16. അപ്പോൾ മെയ് 16 പ്ലാന് പ്രസിദ്ധപ്പെടുത്തിയത്. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പെട്രിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിലെ ചെയർമാൻ ആയിരുന്നത് പെട്രിക് ലോറൻസ്. ഇനി ഇന്ത്യയിലെത്തിയപ്പോൾ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു തന്നെയായിരുന്നു. അപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് അറ്റ്ലി. ഇനി 1946 ഡിസംബർ 6. ഈ ഒരു ഡേറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതാണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്, അപ്പോൾ രൂപീകൃതമായത് ഡിസംബർ 6 പ്രഥമ സമ്മേളനം നടന്നത് ഡിസംബർ 9. അപ്പോൾ ഇതിൻ്റെ വർഷമൊക്കെ എന്തുതന്നെയാണ്? 1946 തന്നെയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്. ഡേറ്റുകളാണ് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ എത്ര? 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ എത്രയാണ്? 284. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയായിരുന്നു? നിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 292. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകളുടെ എണ്ണം 17. വനിതകളുടെ എണ്ണം എത്രയാണ്? 17. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ടോട്ടൽ 292. എന്നാൽ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ 284. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? 3 മലയാളി വനിതകളായിരുന്നു. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ 3 പേരുകളും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ് അംഗീകരിച്ചത് 47 ജൂലൈ 22. ഇനി ദേശീയ ഗാനം അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. അപ്പോൾ 26 റിപ്പബ്ലിക് ആവുന്നതിൻ്റെ 2 ദിവസം മുമ്പ് 1950 ജനുവരി 24. ദേശീയ ഗീതം അംഗീകരിച്ചതും സെയിം ഡേറ്റും വർഷം തന്നെയാണ്. എന്താണ്? 1950 ജനുവരി 24. അപ്പോൾ ഇതേ ഡേറ്റിൽ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നതും. എപ്പോഴാണ്? 1950 ജനുവരി 24 തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ, ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത്. ഇവിടെ താൽക്കാലിക അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിലും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരായിട്ട് വരും? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഉത്തരം. ഉപാധ്യക്ഷൻ ആരായിരുന്നു? അതായത് സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഉപാധ്യക്ഷൻ HC മുഖർജി. ഉപാധ്യക്ഷൻ HC മുഖർജി. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു. ആരായിരുന്നു? BN റാവു ആയിരുന്നു ഉപദേശകൻ. അടുത്തതായി പ്രധാന കമ്മിറ്റികളും ചെയർമാൻമാരും. മൗലികാവകാശവും ന്യൂനപക്ഷവും. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. മൈനോറിറ്റി സബ് കമ്മിറ്റി ആരാണ്? HC മുഖർജി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം കമ്മിറ്റികൾ. മൗലികാവകാശവും ന്യൂനപക്ഷവും സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ.
ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ചെയർമാൻ BR അംബേദ്കർ എന്ന്. അപ്പോൾ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത് എപ്പോഴായിരുന്നു? 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പോൾ നെക്സ്റ്റിന് പഠിക്കാൻ പോകുന്നത് ആമുഖം. അപ്പോൾ ആമുഖം പഠിക്കുമ്പോൾ ആമുഖത്തിൻ്റെ ശില്പി നെഹ്റു. ആരാണ് ആമുഖത്തിൻ്റെ ശില്പി? നെഹ്റു. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴായിരുന്നു? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13. ആമുഖം എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. ആമുഖം അമേരിക്കയിൽ, അതായത് USA നിന്നുമാണ് കടമെടുത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, ഭരണഘടനയുടെ താക്കോല്, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ്, ഇങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തിനെയാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഇന്ത്യൻ എങ്ങനെയാണ് പറയുന്നത്? ആമുഖം അനുസരിച്ച് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, അതായത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആമുഖത്തെ ഒറ്റ തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ആ ഭേദഗതി ചെയ്ത വർഷവും എത്രാമത്തെ ഭേദഗതിയാണ് എന്നുള്ളതും ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. 1976 42ാം ഭേദഗതി അനുസരിച്ചാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഭേദഗതി ചെയ്ത് കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. ഈ 3 വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എത്രാമത്തെ ഭേദഗതി അനുസരിച്ച്? 42ാം ഭേദഗതി അനുസരിച്ച് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ബെറുബാരി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പ്രസ്താവിച്ചത്. ഓക്കെ, അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നതൊക്കെ ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അടുത്തത് ആമുഖത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങളാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. NA പൽക്കിവാല, അതായത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. ഇനി ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ, അതായത് ബാറിൻ്റെ കീ അല്ലേ എന്നാലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ്? അതായത് ബാറിൻ്റെ താക്കോൽ. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഹൃദയവും ആത്മാവും, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ, അപ്പോൾ എന്തൊക്കെയാണ്? ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. അപ്പോൾ അത് കൺഫ്യൂസ് ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്